ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു our യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പോൾ നമുക്കിതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു 8-9 വർഷമായിട്ടുണ്ട് ഏകദേശം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടിട്ട്. സോ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഓള് റിയാദിലാണ്, ഞാൻ ദുബായിലാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സെക്യൂർ സെന്ററിൽ എത്തി. മാഡം, നമുക്ക് രണ്ടാകും കൂടെ എളുപ്പത്തിൽ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് സെക്യൂർ മാൾ. സോ നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒരു ഹായ് പറയാ. ഇത് കാർഡ് എടുത്തിട്ടാ മമ്മ, കാർഡ് എടുത്തിട്ടാ വന്നേരം മുതൽ പണി തരാൻ തുടങ്ങി ഗൈസ്. സെക്യൂർ മാളിൽ വരണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പാന്ന് ഒന്നിക്കിൽ ഫുഡ് കോർട്ടിൽ അല്ലെങ്കിൽ പ്ലേ ഏരിയയിൽ ഓൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരും ചെയ്തത്. അങ്ങനെ കണ്ട് കുറേ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഭയങ്കര ഹാപ്പിയായി. ഞാൻ മുന്നേ പറഞ്ഞില്ലല്ലോ ഓള് റിയാദിലാണ്, ഞാൻ ദുബായിലാണ്. രണ്ടാളെ വെക്കേഷൻ ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാണ്. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് വർഷങ്ങൾ മീറ്റ് ചെയ്യാണ്ടായിപ്പോയത്. പക്ഷേങ്കിൽ നമ്മളിപ്പം കണ്ടിട്ട് ആ വർഷങ്ങൾ ആ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇനി ഫുഡെല്ലാം കഴിക്കണം. അപ്പോഴത്തേക്ക് വൈശാഖേട്ടനും സുവിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്നിട്ട് മുണ്ടയാമ്പറമ്പ് പോകണം. നമുക്ക് ഇന്ന് ഉത്സവം തുടങ്ങുന്നതാണ്. ഉത്സവത്തിന് പോകാൻ പറ്റുന്ന ഒരു ഹോപ്പും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ് പോകാമെന്ന്. ഇത് വൈശാഖേട്ടൻ്റെ പുതിയ വണ്ടിയാണ്, ടൊയോട്ടൻ്റെ പുതിയ വണ്ടിയാണ്. വണ്ടി ഇറക്കിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇതിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓറ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്ന് പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് നേരെ ഇനി മുണ്ടയാമ്പറമ്പേക്ക് വിടുകയെന്ന്. നമ്മൾ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് കയറിയതാണ്. അതിലെ ബാത്റൂമിന്റെ മേലെ അങ്ങനെ നമ്മൾ മുണ്ടയാമ്പറമ്പെത്തി. ഉത്സവമായതുകൊണ്ട് കവാടം മുതൽ അങ്ങോട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ ഇരുട്ടിക്കെത്തി. ഇല്ല, ഞാൻ തലമാത്രം കാണിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഉത്സവത്തിന് നമുക്ക് AC ആക്കണമെന്ന് പറഞ്ഞിട്ട് ഗൈസ് AC ആക്കിയിട്ടുണ്ട്. സന്തോഷായി വിക്കൂര് ഓർമ്മയുണ്ടല്ലേ വിക്കു? അതെ, ഒരു മിനിറ്റ്. ബേബി ലോഡിങ്. നാട്ടിലാണ് ഒടുക്കത്തെ ചൂടാന്നല്ല, വരുമ്പം തന്നെ നല്ല തണുത്ത ജ്യൂസ് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കുടിച്ച് കുറച്ച് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. നാട്ടിലെത്തിയിട്ട് ഇവരെ കൂടെ കൂടുമ്പോൾ ആ വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇന്നത്തെ സ്പെഷ്യല് പോർക്ക് വരട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്ക്. അത് ഇതുപോലെ അടുപ്പിലാക്കി ചട്ടിയിലെല്ലാം ആക്കിയത്. പിന്നെ നല്ല നാടൻ കോഴിക്കറി, പിന്നെ ഈ മാങ്ങേൻ്റെ മാങ്ങക്കറിയാ, മാമ്പഴ പുളിശ്ശേരി, അതെല്ലാം ഇന്നത്തെ സ്പെഷ്യല്. ഉമ്മ തരട്ടല്ലേ നീല, ഉമ്മ തരട്ടെ. ഇത്തുമ്പി കൈ എടുക്കുന്നു. ഇത്തുമ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, തൊട്ട് കളിക്കുന്ന ഇഷ്ടമല്ല. ഓള് തൊടുന്നേ അവൾക്ക് ഇഷ്ടമല്ല. ഇത് കാണാനാ വിളിച്ചിനി? ഓടിക്കുന്നുണ്ട് പണ്ട് ഞാൻ നിന്റെ അമ്മേനെ കൂട്ടിട്ട് ഇതേപോലെ പോക്ക്. ചേച്ചി വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വ്ളോഗ് ഓണാക്കാൻ മറന്നു, ചേച്ചി ഓർമ്മിപ്പിച്ചതാണ്. ഡിന്നറിന് എൻ്റെ ഫേവറേറ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് നമ്മൾ പോർക്കും ചിക്കനും അതെല്ലാം കൂട്ടി കഴിച്ചത്. പുട്ട് വേണ്ടാത്തൊക്കെ ചോറും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇനി നമ്മൾ പിള്ളേരെല്ലാം കിടത്തി ഉറക്കിയിട്ട് അമ്പലത്തിൻ്റെ സൈഡിലേക്ക് എപ്പം പോകുന്ന പോലെ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ കിടന്നുറങ്ങാൻ പോകുന്നത്. സമയം ഒരു എ സിയും 10 ആളും ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ ഇതാണ്.
മേലെ കുറച്ച് ആൾക്കാർ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നാടൻ കോഴി ഉണ്ടാക്കുന്ന തിരക്കാണ്. കൈസഹായി മിക്കു മിക്കു ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡിയായി ഇരിക്കുന്നതാണ്. ഗൈസ് നമ്മളെല്ലാം റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നതാണ്. സുവിമേമ്മ ഇതാ മുടി കെട്ടി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ. നീ എന്റെ കുഞ്ഞോമലല്ലേ. അങ്ങനെ ഇത്രയും ചൂടത്ത് പറമ്പത്തിരുന്ന് ചിക്കൻ എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നിട്ടും രാവിലെ തന്നെ വടകരയിൽ നിന്ന് മങ്ങ നീങ്ങുന്ന എല്ലാ ആൾക്കാർ വന്നിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വ്ളോഗിംഗ് ആണ്. നമ്മളെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വേഗം ക്ഷേത്രത്തിൽ പോവാ, അവിടുന്ന് പ്രാർത്ഥിക്കുക, ഇറങ്ങുക. കാരണം അമ്മാര് ചൂടാണ്, വേഗം വീട് പിടിക്കണം. ആ ഒരു ലക്ഷ്യത്തിൽ വേഗം പോയി പ്രാർത്ഥിച്ച് നമ്മളവിടുന്ന് കീഞ്ഞ് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മളെ കണ്ണൂരാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂട്. അങ്ങനെ നമ്മൾ അന്ന് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഒരു വിധം അതിന്. പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് കോഴിയുടെ നേർച്ചക്കുള്ള ക്യൂ ആണ്. ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ക്യൂ ഉണ്ടായിന്. ജസ്റ്റ് നമ്മളെ കാവിൻ്റെ ഭാഗത്തേക്കെല്ലാം ഒന്ന് പോയി അതേപോലെ തിരിച്ച് വന്നിന്. അങ്ങോട്ട് പോവാ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പൊ ഇക്കൊല്ലത്തെ ഉത്സവം കൂടി ഇനി നമ്മൾ പോകുന്നതാണ്. അമ്മ ഹായ് ഹായ്. ഇനി അടുത്ത കാണാം. ഓക്കേ. നമുക്ക് പിന്നെ പോയിട്ട് വേറെയും ചെറിയ പരിപാടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാൻ നോക്കുന്നതാണ്. അടുത്ത കൊല്ലം കാണാം. ബൈ. ബാ പോവാലോ. ബാ. എല്ലാരോടും ഇവരെല്ലാരും പോകാമല്ലോ. അങ്ങനെ എല്ലാവരോടും യാത്രയും പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങാൻ നോക്കുന്നതാണ്. ഇനി ഇവിടുന്ന് വണ്ടിയെടുത്ത് പുറത്തേക്ക് മെയിൻ റോഡ് വരെ എത്തുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ ചക്കരക്കല്ലെത്തി. പിള്ളേഴ്സ് രണ്ടും ഉറക്കാന്ന്. അങ്ങനെ മോളെ വേഗം കൊണ്ട് കിടത്തി. അങ്ങനെ ഇവരോടും ബൈ ബൈ പറഞ്ഞ് അങ്ങനെ ഇവരും പോകുന്നതാണ്.